ഈ ഒരു വർഷം കൊണ്ട് ഞങ്ങൾ എന്ത് നേടി എന്നതിന് ഞങ്ങൾക്ക് കൃത്യമായിട്ടും ഇന്നൊരു ഉത്തരം പറയാനുണ്ട്. കേരളത്തിലെ മതവിശ്വാസങ്ങളെ എടുത്തു നോക്കുമ്പോൾ അതിൽ പ്രത്യേകിച്ചും ഹിന്ദുയിസവും ഇസ്ലാമും ഒക്കെ വളരെ നല്ല രീതിയിൽ ക്രിറ്റിസിസം ഏറ്റുവാങ്ങിയിട്ടുള്ളവരാണ്. ക്രിസ്ത്യാനികൾ എപ്പോഴും പറയാറുള്ള സഹനത്തിൻ്റെയും പീഡനത്തിൻ്റെയും ഒക്കെ പാത യഥാർത്ഥമായിട്ടും ഒന്ന് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്രിസ്തുമതം ഒന്ന് വിട്ടു നോക്കിയാൽ മതി. ചോദ്യങ്ങളെയും ചിന്താശേഷിയെയും കൃത്യമായും അടിച്ചമർത്തിയതിന് ശേഷം മാത്രമാണ് ഇതേപോലെയുള്ള ഓരോ ഹൈ കൺട്രോൾ ഗ്രൂപ്പുകളും വളർന്നിട്ടുള്ളത്. പല സെക്റ്റുകളിൽ നിന്നും വന്ന ആളുകളാണെങ്കിൽ കൂടി ഞങ്ങളെയെല്ലാം ഒന്നിച്ച് ചേർത്ത് നിർത്തുന്നത് ഈ ഷെയർഡ് ട്രോമ എന്ന് പറയുന്ന ഒരു കാര്യം തന്നെയാണ്. പ്രത്യേകിച്ച് ഞാൻ സംസാരിക്കുന്നത് ഈ പെന്തക്കോസ്ത് പോലെയുള്ള ഹൈ കൺട്രോൾ ഗ്രൂപ്പുകളെ റിലേറ്റഡ് ആയിട്ടാണ്. അപ്പോൾ അതിലുള്ള ആളുകൾ, ഒട്ടുമിക്ക ആളുകളും അനുഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണിത്. ഹോളി മെസ് എന്ന് പറയുന്ന നിങ്ങൾ കാണുന്ന ഈ ഒരു യൂട്യൂബ് ചാനൽ ഞാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ ഒരു വർഷമായിരിക്കുകയാണ്. കൃത്യമായും പറയുകയാണെങ്കിൽ 2025 മെയ് 14 ഞാൻ ഈ ഒരു ചാനൽ തുടങ്ങുന്നതും ഇതിലൊരു വീഡിയോ ഇടുന്നത്. എന്തുകൊണ്ടാണ് ഞാനിങ്ങനെ ഒരു ചാനൽ തുടങ്ങിയതെന്നും ഇതിലൂടെ സംസാരിക്കുന്നതെന്നും ഞാൻ കൃത്യമായും മുൻപുള്ള വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അവിടെ ഞാൻ കൃത്യമായിട്ടും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഡിപ്രഷനിലൂടെ ഗോ ത്രൂ ചെയ്യുകയും ഓൾമോസ്റ്റ് ഒരു സൂയിസൈഡ് കമ്മിറ്റ് ചെയ്തതിൻ്റെ അടുത്ത് വരെ എത്തിയിട്ട് ഹോസ്പിറ്റലിൽ ഒരാഴ്ചയോളം അഡ്മിറ്റഡ് ആയിരുന്നു. അപ്പോൾ ആ ഒരു കാര്യം സംഭവിച്ചിട്ട് ഇപ്പോൾ ഒരു വർഷം കഴിഞ്ഞിരിക്കുകയാണ്. ഞാൻ എൻ്റെ ഗ്യാലറിയിൽ ഒരു വർഷം മുൻപത്തെ ഫോട്ടോസിലേക്കൊക്കെ ഒന്ന് ഗോ ത്രൂ ചെയ്തപ്പോൾ അന്ന് ഞാൻ ആ ഹോസ്പിറ്റലായിരുന്നപ്പോൾ എടുത്ത കുറച്ച് വീഡിയോസ് കാര്യങ്ങൾ എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഞാൻ ആ കാര്യങ്ങളൊന്ന് കാണിച്ചു തരാം. ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നപ്പോൾ എൻ്റെ ഫ്രണ്ടിന് ഞാൻ അയച്ചു കൊടുത്ത ആ ഒരു വീഡിയോ ആണ് ഞാൻ താമസിച്ചിരുന്ന ആ ഒരു മുറിയുടെ വീഡിയോ. കഴിഞ്ഞ വർഷം മെയ്യിൽ ഒരാഴ്ചയോളം ഞാൻ ടൈം സ്പെൻഡ് ചെയ്തത് ഈ ഒരു മുറിയിലായിരുന്നു. ആ ഒരു മുറിയിൽ നിന്നുമാണ്, അവിടെ നിന്നും ഞാൻ തിരിച്ചറിഞ്ഞ പല കാര്യങ്ങളിൽ നിന്നുമാണ് ഇന്ന് നിങ്ങളുടെ മുൻപിൽ ഈ കാണുന്ന ഒരു ഹോളി മെസ് എന്ന ചാനലിലൂടെ സംസാരിക്കുന്ന അരുണുമ്മനും ഹോളി മെസ് എന്ന് പറയുന്ന ഒരു ചാനലും രൂപപ്പെട്ടത്. ഞാൻ ആ ഹോസ്പിറ്റൽ മുറിയിലായിരുന്നപ്പോൾ ആ വിൻഡോയിലൂടെ ഞാൻ എടുത്ത കുറച്ച് പിക്ചേഴ്സും ഇവിടെയുണ്ട്. ഇത് രാവിലെ എടുത്തൊരു പിക്ചറാണ്. ഒരു പാർക്കിംഗ് ആണ് നേരെ കാണാൻ പറ്റുന്നത്. അത് തന്നെ വൈകിട്ടത്തെ ഒരു ചിത്രമാണിത്. പിന്നീട് ഈ ഒരു പിക്ചർ ആ ഒരു ഹോസ്പിറ്റലിനകത്തെ ആ ഒരു സൈക്യാട്രിക് വാർഡിനുള്ളിൽ ഒരു ബെഞ്ചാണ്. എന്തുകൊണ്ടാണെന്ന് അറിയില്ല, ഈ ഒരു പിക്ചർ എനിക്ക് ഭയങ്കര സ്പെഷ്യലായിട്ടുള്ളൊരു പിക്ചറാണ്. ഞാൻ എന്തുകൊണ്ടാണ് മെൻ്റൽ ഹെൽത്തിനെ ഇത്ര പ്രയോറിറ്റൈസ് ചെയ്യുന്നതെന്നും അതിനെക്കുറിച്ച് തുടർച്ചയായി സംസാരിക്കുന്നതെന്നും എനിക്ക് കിട്ടിയ കുറച്ച് കമൻസ് നിങ്ങളെ കാണിച്ചതിന് ശേഷം സംസാരിക്കാം. നിൻ്റെ ഭ്രാന്ത് മാറാത്തത് നാട്ടുകാരുടെ കുഴപ്പമല്ല. അപ്പോൾ നിനക്ക് കുട്ടിക്കാലത്ത് ഭ്രാന്തുണ്ടായിരുന്നു അല്ലേ? സുഹൃത്തുക്കളെ, ഇവനെപ്പോലുള്ളവർക്കും അഭിപ്രായങ്ങളുണ്ട്, നാം കേൾക്കണം. കാരണം അവൻ മാനസിക രോഗിയായിരുന്നെന്നും ഗുളിക ഇടയ്ക്ക് വെച്ച് നിർത്തിയെന്നും പറഞ്ഞത് ഇവൻ തന്നെയാണ്. ഇത്തരത്തിലുള്ളവർ ബുദ്ധിമാന്മാരെ പോലെ സംസാരിക്കും. കേട്ടാൽ ശുദ്ധ മണ്ടത്തരം പോലും ബുദ്ധിയോടുകൂടി പറയും പോലെ തോന്നും. ആരെങ്കിലും ഗുളിക വാങ്ങിക്കൊടുക്കണം പ്ലീസ്. അടുത്തതായി മാത്യു ഉമ്മൻ മൂലവീട്ടിൽ. ഇയാളും സ്ഥിരമായി ഇങ്ങനെ കമൻ്റ് ഇടുന്നൊരു വ്യക്തിയാണ്. ലഗിയോൻ ബാധിച്ച ഭൂതഗ്രസ്തനെ പോലെ സർവശക്തനായ ദൈവത്തെയോ തിരുവഴുത്തിലെ സത്യങ്ങളെയോ ദൈവത്തിൻ്റെ പ്രവൃത്തിയെയോ അറിയാത്ത മനോരോഗി. ദൈവത്തിന് നിന്നെ സൗഖ്യമാക്കാൻ ഇപ്പോഴും കഴിയും. നിൻ്റെ അവിശ്വാസമാണ് ദൈവപ്രവൃത്തി നിന്നിൽ വെളിപ്പെടുത്താത്തത്. സൗഖ്യമായിട്ടിരിക്കുകയാണ്. എനിക്ക് മരുന്നെടുത്തു കഴിഞ്ഞപ്പോൾ ആവശ്യമായ സൗഖ്യം ലഭിച്ചിട്ടുണ്ട് മാത്യു. മെൻ്റൽ പേഷ്യൻറ്റ്, എ സൈക്യാട്രിസ്റ്റ് വിൽ ക്വിക്ക്ലി കൺസൾട്ട് യു വിത്ത് ലൈഫ് സേവിങ്സ്. ഇവൻ ശരിക്കും ഒരു മാനസിക രോഗിയാണ്. ഇവൻ എന്നെ ഒന്ന് വന്ന് കാണുവാണെങ്കിൽ ഇവൻ്റെ മാനസിക രോഗം ഞാൻ മാറ്റിക്കൊടുക്കാം. മാനസിക രോഗങ്ങളൊക്കെ വരുമ്പോൾ അല്ലെങ്കിൽ ഡിപ്രഷൻ കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഈ പെന്തക്കോസ്തുകാരുടെ സ്ഥിരമായിട്ടുള്ള ഒരു പല്ലവിയാണ്, ഭൂതം ബാധിച്ചതാണ്, പ്രേതം ബാധിച്ചതാണ്, ഉപവസിച്ചാൽ മതി, അല്ലെങ്കിൽ ഭൂതത്തിനെ ഒഴിപ്പിക്കുന്ന കുറച്ച് പ്രാർത്ഥനകളൊക്കെയുണ്ട്. അപ്പോൾ അങ്ങനെ വല്ല ഒഴിപ്പിക്കുന്ന വ്യക്തി ആയിരിക്കണം പുള്ളി. സുഖമായില്ലേ ബ്രോ? ജോസ് കൂത്താളി വീണ്ടും വന്നിട്ടുണ്ട്. ഇവൻ സൈക്കോപാത്താണ്. ഗുളിക കഴിച്ചിരുന്നുവെന്നും ഡോക്ടറോട് പറയാതെ ഗുളിക നിർത്തിയെന്നും ഈ പയ്യൻ തന്നെയാണ് പറയുന്നത്. ഡേയ്, നീ ഇതുവരെ ചികിത്സിക്കാൻ പോയില്ലേ? ജോസ് കൂത്താളി വീണ്ടും എത്തിയിരിക്കുകയാണ്, സൈക്കോപാത്ത്. സമയത്ത് മരുന്ന് കഴിക്കാത്തതിൻ്റെ പ്രശ്നമാണ് കുഞ്ഞേ നിനക്ക്. മാനസിക രോഗം ഇനിയും മാറിയില്ലേ? സ്വന്തം അപ്പനെയും അമ്മയെയും പരസ്യമായി പരിഹസിക്കുന്ന സൈക്കോപാത്ത് ഈ അനീഷ് കൊല്ലംകോട്. ഇയാളും ഒരു പാസ്റ്ററാണ്. ഇയാളും ജോസ് കൂത്താളിയും പാസ്റ്റർമാരാണ്. ഈ ചെറുക്കന് വട്ടാണ്. ഇവൻ്റെ വീട്ടുകാരെ അറിയുന്ന ആരെങ്കിലും ഈ മെസ്സേജ് കാണുന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് ഇവനെ ഏതെങ്കിലും നല്ല ഒരു മെൻ്റൽ ഹോസ്പിറ്റലിൽ കാണിച്ച് ഷോക്ക് ട്രീറ്റ്മെൻറ്റ് കൊടുക്കണം എന്ന് അറിയിക്കണേ. നീ എന്ന് ഊളംപാറയിൽ നിന്നും ഇറങ്ങി? അടുത്ത വ്യക്തിയാണ് സ്ഥിരമായി കമൻറ്റുകൾ ഇടുന്ന സിജു കെ എം. നിൻ്റെ ഗുളിക മാറേണ്ട സമയമായി. എടാ ചെറുക്ക, നിനക്ക് ഷോക്ക് വേണമെങ്കിൽ നീ അടിച്ചു. അതിന് പെന്തക്കോസ്തിൻ്റെ മേൽ കയറാൻ വരരുത്. നിന്നെപ്പോലെ തലയ്ക്ക് സുഖമില്ലാത്ത വട്ടന്മാരുടെ തോന്നലാണ്. താങ്കൾക്ക് മാനസിക രോഗമുണ്ട്, ഡോക്ടറെ കാണിക്കുക. ഇത് വളരെ കുറച്ച് കമൻറ്റുകൾ മാത്രമാണ്, പെട്ടെന്ന് ഞാൻ നോക്കിയെടുത്തത് കുറച്ച്.
നിങ്ങൾക്ക് എൻ്റെ ഫേസ്ബുക്ക്, യൂട്യൂബ്, ഇൻസ്റ്റഗ്രാം മുതലായിടത്ത് പോയി കമൻറ്റുകൾ നോക്കിക്കഴിഞ്ഞാൽ ഇതേപോലെയുള്ള നിരവധി കമൻറ്റുകൾ കാണാൻ കഴിയും. ഇതുകൊണ്ട് തന്നെയാണ് ഞാൻ മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് അധികമായി സംസാരിക്കുന്നതും ഞാൻ മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ട് ഒരു സൈക്കാട്രിക് ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ് ആയിരുന്നു എന്ന് പറഞ്ഞതും മരുന്നെടുക്കുന്നുണ്ടെന്നും ഡിപ്രഷൻ, ആങ്സൈറ്റി മുതലായവ ഡയഗ്നോസ് ചെയ്ത വ്യക്തിയാണെന്നും ഞാൻ പറയുന്നത് ഈ കാരണം കൊണ്ട് തന്നെയാണ്. ഇവരുടെ ഈ ഒരു മാനസികാരോഗ്യത്തെക്കുറിച്ചുള്ള അറിവില്ലായ്മ. മാനസികാരോഗ്യം, മെൻ്റൽ ഹെൽത്ത്, സൈക്കാട്രി, സൈക്കോളജി, തെറാപ്പി ഇങ്ങനെയുള്ള വാക്കുകൾ കേൾക്കുമ്പോൾ പെന്തക്കോസ്തുകാരോ അല്ലെങ്കിൽ അതേപോലെയുള്ള ഹൈ കൺട്രോൾ കൾട്ടുകൾ, അതായത് ജെഹോവ വിറ്റ്നസ് അല്ലെങ്കിൽ ബ്രദേൺ ഗ്രൂപ്പുകളായിരിക്കും. ഇങ്ങനെയുള്ള ഒട്ടുമിക്ക കേരള സൊസൈറ്റിയും ഇങ്ങനെ തന്നെയാണ്. അതിൽ പ്രത്യേകിച്ചും ഇങ്ങനെയുള്ള ഹൈ കൺട്രോൾ സൊസൈറ്റികൾക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കേട്ട് കഴിയുമ്പോൾ അതെല്ലാം അവർക്ക് ഭൂതം, പ്രേതം, പിശാച് അല്ലെങ്കിൽ പാപം കൊണ്ട് വരുന്നത്, ദൈവത്തിൻ്റെ കോപം മുതലായ കാര്യങ്ങൾ കൊണ്ട് വരുന്ന പ്രശ്നങ്ങളാണ്. ഞാൻ സംസാരിച്ചു തുടങ്ങി വളരെ നാളിന് ശേഷമാണ് ഓപ്പണായിട്ടും വളരെ കൃത്യമായിട്ടും ഞാൻ എന്ത് മെൻ്റൽ ഇഷ്യൂയിലൂടെയാണ് ഗോ ത്രൂ ചെയ്തത്, ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്നു, സൈക്കാട്രിക് മെഡിസിൻസ് എടുക്കുന്നുണ്ട് എന്ന് വ്യക്തമായിട്ടും പറഞ്ഞത്. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, എന്നെ അത്രയും നാളിനുള്ളിൽ കോൺടാക്റ്റ് ചെയ്ത ഒട്ടനവധി ടീനേജേഴ്സായിട്ടുള്ള ആളുകളുണ്ടായിരുന്നു. ഒരു കുട്ടിയുടെ കാര്യം ഞാൻ ഓൾറെഡി സംസാരിച്ചിട്ടുള്ളതുമാണ്. അപ്പോൾ അവർ പറയുന്നത് അവർക്കും പല മെൻ്റൽ ഇഷ്യൂസുമുണ്ട്. ഈ ഒരു കാര്യവുമായിട്ട് അവരുടെ മാതാപിതാക്കളെ സമീപിച്ച് കഴിയുമ്പോൾ അവർ പറയുന്നത് ഇങ്ങനൊരു പ്രശ്നമേ ഇല്ല, ഈ കാര്യമെല്ലാം എന്ന് പറഞ്ഞാൽ സാത്താൻ്റെ പോരാട്ടമാണ്, നീ ഒന്ന് നന്നായിട്ട് പ്രാർത്ഥിച്ച് അല്ലെങ്കിൽ ഉപവസിച്ച് പാസ്റ്ററുടെ അടുക്കൽ പോയി തലയിൽ കൈവച്ചൊന്ന് പ്രാർത്ഥിച്ച് ഇതെല്ലാം പമ്പ കടക്കും എന്ന രീതിയിലാണ് മെൻ്റൽ ഹെൽത്തിനെ കുറിച്ച് യാതൊരുവിധ ബോധവുമില്ലാത്ത ഇങ്ങനെയുള്ള കമ്മ്യൂണിറ്റിയിലെ ആളുകൾ സംസാരിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് എന്നെപ്പോലെ ഒരാൾ മുഖം കാണിച്ച് പുറത്തു വന്ന് സംസാരിക്കാൻ തയ്യാറാകുമ്പോൾ അവരുടെ കാര്യങ്ങൾ അഡ്രസ്സ് ചെയ്യുമ്പോൾ, പ്രത്യേകിച്ച് ഞാൻ സംസാരിക്കുന്നത് ഈ പെന്തക്കോസ്ത് പോലെയുള്ള ഹൈ കൺട്രോൾ ഗ്രൂപ്പുകളെ റിലേറ്റഡ് ആയിട്ടാണ്. അപ്പോൾ അതിലുള്ള ആളുകൾ, ഒട്ടുമിക്ക ആളുകളും അനുഭവിക്കുന്ന കാര്യങ്ങൾ തന്നെയാണിത്. ഒന്നെങ്കിൽ അവർ തിരിച്ചറിഞ്ഞിട്ടില്ല, അല്ലെങ്കിൽ തിരിച്ചറിഞ്ഞിട്ടും കൃത്യമായ ഹെൽപ്പ് നേടാൻ അവർക്ക് ചുറ്റും നിൽക്കുന്ന ആളുകൾ അവരെ അനുവദിക്കുന്നില്ല. അപ്പോൾ ഈ കാര്യം എന്നെപ്പോലെ പൊതുവിലായി സംസാരിക്കുന്ന ഒരു വ്യക്തി പറഞ്ഞില്ലെങ്കിൽ, അല്ലെങ്കിൽ ഇതിലൂടെ ഗോ ത്രൂ ചെയ്തൊരു വ്യക്തി തന്നെ സംസാരിച്ചില്ലെങ്കിൽ മറ്റാർക്ക് സംസാരിക്കാൻ കഴിയും? അപ്പോൾ ഹോളിമസിൻ്റെ തുടക്കം പറയുമ്പോൾ ഒരിക്കലും എനിക്ക് ഈ ഒരു ഹോസ്പിറ്റലൈസ്ഡ് ആയിരുന്ന കാര്യവും എൻ്റെ ഈ ഒരു മാനസികാരോഗ്യവുമായി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങളെയും പറയാതെ എനിക്കിത് പറയാൻ സാധിക്കില്ല. കാരണം ഞാൻ ഹോസ്പിറ്റലൈസ്ഡ് ആയതിനു ശേഷം മാത്രമാണ് അവിടുത്തെയുള്ള ആളുകളുമായിട്ട് സംസാരിക്കുകയും മെഡിക്കേഷൻ എടുക്കുകയും എല്ലാം ചെയ്തതിന് ശേഷം കൃത്യമായിട്ടും എന്താണ് ഞാൻ ഗോ ത്രൂ ചെയ്യുന്നതെന്നും ആ ഗോ ത്രൂ ചെയ്യുന്ന കാര്യങ്ങളുടെ എല്ലാം മൂല കാരണം എവിടെ കാണുന്നും എനിക്ക് റിയലൈസ് ചെയ്യാൻ പറ്റിയത് അവിടെ നിന്നുമാണ്. ഞാൻ അപ്പോൾ ചിന്തിച്ചത് എന്നെക്കുറിച്ച് മാത്രമായിരുന്നില്ല, ഇത് ഞാനെന്ന ഒരു വ്യക്തി മാത്രമല്ല, ഒട്ടനവധി ആളുകൾ ഇതേ കാര്യത്തിലൂടെ ഗോ ത്രൂ ചെയ്യുന്നുണ്ട്. പ്രത്യേകിച്ചും എൻ്റെ സിസ്റ്ററിന് ഒരു കുഞ്ഞുണ്ടായ സമയമാണ്. ആ ഒരു സമയത്ത് എനിക്കിന്നത് സംഭവിച്ചു, നാളെ അവനിത് സംഭവിച്ചാൽ ഞാൻ സംസാരിക്കാതിരിക്കുന്നത് കൊണ്ടായിരിക്കും അവനത് സംഭവിക്കുന്നത് എന്നുള്ള പല തിരിച്ചറിവിൽ നിന്നുമാണ് ഞാൻ ആദ്യമായി ഇവിടെ സംസാരിച്ചു തുടങ്ങിയത്. ഞാനിത് സംസാരിച്ചു തുടങ്ങിയതിന് ശേഷം എനിക്ക് കിട്ടിയ വലിയ സ്വീകാര്യതയും ഈ ഒരു എക്സ്പെന്തക്കോസ്റ്റൽ കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്തതിൻ്റെ ഭാഗമായി ഒട്ടനവധി ആളുകൾ അതിലേക്ക് ജോയിൻ ചെയ്തതും ഇത് കൃത്യമായും എൻ്റെ ചിന്തയെ ശരിവെക്കുന്നത് തന്നെയാണ് എന്ന് പിന്നീട് തെളിയിക്കുക തന്നെ ഉണ്ടായി. പ്രത്യേകിച്ചും ഇങ്ങനെ ഒരു കമ്മ്യൂണിറ്റി തുടങ്ങാൻ എന്നെ പ്രേരിപ്പിച്ചത്, ഞാൻ ആ ഹോസ്പിറ്റലൈസ്ഡ് ആകുന്നതിന് 1-2 ദിവസം മുമ്പ് ഞാൻ അതിയായി ആഗ്രഹിച്ചിരുന്നു, ആരെങ്കിലും ഇതേപോലെ എക്സ്പീരിയൻസിലൂടെ ഗോ ത്രൂ ചെയ്ത വ്യക്തികളുണ്ടെങ്കിൽ എനിക്ക് അവരോടൊന്ന് സംസാരിക്കണം. ഞാൻ അങ്ങനെ തപ്പി നടന്നിട്ടും ഒരു വ്യക്തിയെ പോലും എനിക്ക് കിട്ടാൻ സാധിച്ചില്ല. അപ്പോൾ എനിക്ക് സിമിലർ എക്സ്പീരിയൻസ് ആയിട്ട് തോന്നിയത് എക്സ് മുസ്ലിംസിനാണ്. അവരെ കോൺടാക്ട് ചെയ്യാൻ ശ്രമിച്ചപ്പോഴും അവരെ നേരിട്ട് പെട്ടെന്ന് കോൺടാക്ട് ചെയ്യാനുള്ള ഒരു അവസരവും എനിക്ക് ലഭിച്ചില്ല. ആ ഒരു കാര്യവും എൻ്റെ മനസ്സിലുണ്ടായിരുന്നു. എന്തുകൊണ്ട് ഈ പെന്തക്കോസ്ത് ഉപേക്ഷിക്കുന്ന വ്യക്തികൾക്ക് ഒരു കമ്മ്യൂണിറ്റി ഇല്ല? കാരണം ഇതേപോലെയുള്ള എക്സ്ട്രീം കൾട്ട് ഗ്രൂപ്പുകൾ ഉപേക്ഷിക്കുന്നവർ ജീവിതത്തിൽ നിരവധിയായ പ്രശ്നങ്ങൾ നേരിടും. അത് മറ്റൊരു വ്യക്തിയോട്, അതായത് ഈ ഒരു വിശ്വാസത്തിന് പുറത്തുണ്ടായിരുന്നവരോട് പറഞ്ഞാൽ അവർക്കതിൻ്റെ തീവ്രത മനസ്സിലാവാൻ പോലും സാധ്യതയില്ല. അപ്പോൾ കൃത്യമായും ഇതിനൊരു കമ്മ്യൂണിറ്റി വേണം എന്നത് എനിക്ക് അവിടെ നിന്ന് തന്നെ ഉറപ്പായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾ ഒരു സൈഡിൽ സംസാരിക്കുകയും അതിൻ്റെ ഒരു വശത്തുകൂടി തന്നെ ഒരു കമ്മ്യൂണിറ്റിയും ഡെവലപ്പ് ചെയ്ത് തന്നെ വരുന്നത്. പിന്നീട് ഈ ഹോളിമസ് എന്ന് പറയുന്നത് ഞാൻ ഒരു വ്യക്തിയായി മാത്രമല്ല കാണുന്നത്. കാരണം ആദ്യത്തെ 1-2 വീഡിയോ ഇടുന്നത് വരെ മാത്രമായിരുന്നു ഞാൻ മാത്രമായി ഒറ്റയ്ക്ക് നിന്ന് സംസാരിച്ചത്. അതിനുശേഷം ഒട്ടനവധി ആളുകൾ ആ ഒരു മൂവ്മെൻറ്റിലേക്ക് വന്ന് ഭാഗമാവുകയും അത് ഹോളിമസ് എന്നതിനപ്പുറം എക്സ്പെന്തക്കോസ്റ്റൽസ് എന്നൊരു കമ്മ്യൂണിറ്റിയായി വളരുകയും ചെയ്തു. ഈ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്തതിൻ്റെ ഭാഗമായി ഈ 1 വർഷം കൊണ്ട് ഞങ്ങൾ എന്ത് നേടി എന്നതിന് ഞങ്ങൾക്ക് കൃത്യമായിട്ടും ഇന്നൊരു ഉത്തരം പറയാനുണ്ട്. എക്സ്പെന്തക്കോസ്റ്റൽ എന്നൊരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്തതിൻ്റെ ഭാഗമായി ടെലിഗ്രാം ഗ്രൂപ്പിൽ
എണ്ണിപ്പറയുകയാണെങ്കിൽ 200-ന് മുകളിൽ മെമ്പേഴ്സ് ഉള്ള ഒരു കമ്മ്യൂണിറ്റി ആയിട്ട് ഇന്നത് മാറിയിട്ടുണ്ട്. പെന്തക്കോസ്തിൽ മാത്രം ഒതുങ്ങാതെ അതേപോലെയുള്ള ഹൈ കൺട്രോൾ ഗ്രൂപ്പുകളായിട്ടുള്ള യഹോവ സാക്ഷികൾ അല്ലെങ്കിൽ ബ്രദറിൻ ഗ്രൂപ്പുകളെ, അങ്ങനെ ഹൈ കൺട്രോൾഡ് ആയിട്ടുള്ള പലവിധ ഗ്രൂപ്പുകൾ, ഇനിയും അതിനു പുറത്തേക്കും കത്തോലിക്ക, ഓർത്തഡോക്സ്, മർത്തോമ, ഇനിയും ഇസ്ലാം വിട്ടവർ പോലും പല ആളുകളും മെമ്പേഴ്സായിട്ടുള്ള ഒരു കമ്മ്യൂണിറ്റിയാണ്. അതായത് മതവിശ്വാസത്തിൻ്റെ പേരിൽ വലിയതായോ ചെറിയതായോ അവരുടെ കുട്ടിക്കാലം മുതൽ അവരെ പീഡിപ്പിച്ചും വിരട്ടിയും ജീവിച്ചിരുന്ന ആ ഒരു എക്സ്പീരിയൻസ് ഉള്ള, പലപ്പോഴും ഞങ്ങൾ പറയാറുണ്ട് വി ആർ ബോണ്ടഡ് ഇൻ ദ ട്രോമ. ഞങ്ങളെ ഒരുമിപ്പിക്കുന്നത് ആ ഒരു ട്രോമ എന്ന് പറയുന്ന ഫാക്ടറാണ്. പല സെക്റ്റുകളിൽ നിന്നും വന്ന ആളുകളാണെങ്കിൽ കൂടി ഞങ്ങളെയെല്ലാം ഒന്നിച്ച് ചേർത്ത് നിർത്തുന്നത് ഈ ഷെയർഡ് ട്രോമ എന്ന് പറയുന്ന ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ അതേപോലുള്ള വ്യക്തികൾക്ക് ഒരുമിച്ച് വരാനും ഒരു പേടിയും കൂടാതിരുന്ന് സംസാരിക്കാനുമുള്ള ഒരു കമ്മ്യൂണിറ്റി, ഒരു സ്പേസ് ഡെവലപ്പ് ചെയ്തെടുക്കാൻ ഞങ്ങൾക്ക് സാധിച്ചു എന്നുള്ളത് ഏറ്റവും അഭിമാനകരമായ ഒരു കാര്യം തന്നെയാണ്. പിന്നീട് വളരെ കൃത്യമായിട്ടും ഈ പെന്തക്കോസ്ത് പോലെയുള്ള മൂവ്മെൻറ്റ്സിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവർ മുൻപ് നേരിട്ടുകൊണ്ടിരുന്നത് കൃത്യമായ ക്രിറ്റിസിസം അല്ല, കൃത്യമായ ഒരു ക്രിറ്റിസിസം എന്നതിനപ്പുറം കുറച്ച് കളിയാക്കലുകൾ മാത്രമായിരുന്നു ഈ പെന്തക്കോസ്ത് കമ്മ്യൂണിറ്റി നേരിട്ടുകൊണ്ടിരുന്നത്. ഇപ്പം മറ്റുള്ള വിശ്വാസത്തിലെ ആളുകൾ തന്നെയാണെങ്കിൽ പെന്തക്കോസ്തിൽ പോകണം, കപ്പയും മീനും തിന്നണം എന്നൊക്കെയുള്ള കളിയാക്കി പാടലുകൾ, പഴയ സിനിമകൾ നോക്കുവാണെങ്കിലും അതിൽ കുറേ കൈയടിക്കുക, ബഹളം വെക്കുക എന്നതിനപ്പുറം കൃത്യമായി എന്താണ് ഇവരുടെ വിശ്വാസം, അതിലെ സൈക്കോളജിക്കൽ മാനിപ്പുലേഷൻ എങ്ങനെയാണ് ഇവർ ആളുകളെ ഇവരിലേക്ക് എത്തിക്കുന്നത്, അതിന് ഇവർ യൂസ് ചെയ്യുന്ന ടാക്ടിക്സ് എങ്ങനെയാണ്, അപ്പോൾ കൃത്യമായിട്ടും ഈ സിസ്റ്റം എങ്ങനെയാണ് റൺ ചെയ്യുന്നതെന്ന് വ്യക്തമായി ആരും സംസാരിച്ചിരുന്നില്ല. അപ്പം ആ ഒരു ഏരിയയിൽ കൃത്യമായ ക്രിറ്റിസിസം കൊണ്ടുവരാൻ ഞങ്ങളെപ്പോലുള്ളവർക്ക് സാധിച്ചു എന്നത് തന്നെയാണ് ഞങ്ങളുടെ അടുത്ത ഏറ്റവും വലിയൊരു നേട്ടവും ഈ ഒരു വർഷം കൊണ്ട് ഞങ്ങൾ നേടിയെടുത്തത്. പിന്നീട് ഞങ്ങൾക്ക് ഒട്ടനവധി ആളുകളുമായിട്ട് സംസാരിക്കാൻ സാധിച്ചു. ഈ ഒരു കമ്മ്യൂണിറ്റി ഡെവലപ്പ് ചെയ്തതും കമ്മ്യൂണിറ്റിയുടെ ഭാഗമായിട്ടല്ലാത്തതുമായിട്ടുള്ള ഒട്ടനവധി ആളുകളുമായിട്ട് നേരിട്ട് സംസാരിക്കാൻ, അതായത് പല വിശ്വാസങ്ങളിലുള്ള, ഞാൻ മുൻപ് പറഞ്ഞുകൂട്ടി തന്നെ പെന്തക്കോസ്ത് ഉപേക്ഷിച്ചവരുണ്ട്, യഹോവ സാക്ഷി ഉപേക്ഷിച്ചവരുണ്ട്, ബ്രദറിൻ ഉപേക്ഷിച്ചവരുണ്ട്, ഓർത്തഡോക്സ്, കത്തോലിക്ക, മർത്തോമ, ഇസ്ലാം, അതിൽ തന്നെ പല ഏജ് റേഞ്ചിലുള്ള ഏകദേശം 14 മുതൽ 60, 70, 80 വയസ്സ് വരെയുള്ള പല ഏജ് റേഞ്ചിലായിട്ടുള്ള ആളുകളുമായിട്ട് ഞങ്ങൾക്ക് സംസാരിക്കാൻ സാധിച്ചു. അവിടെയെല്ലാം സിമിലറായി കാണാൻ പറ്റുന്ന ഒരു പാറ്റേൺ എന്ന് പറയുന്നത് എല്ലാവരുടെയും ഈ ഒരു റിലീജിയസ് ട്രോമ എന്ന് പറയുന്നത് വളരെ സിമിലറാണ്. ആ ഒരു കാര്യത്തിനെ കുറച്ചുകൂടെ അധികമായി മനസ്സിലാക്കാനും അതിൻ്റെ ഡെപ്തിൽ കാര്യങ്ങളെ അറിയാനും അതിനെ പ്രോപ്പറായി അഡ്രസ്സ് ചെയ്യാനും സാധിച്ചുകൊണ്ടേയിരിക്കുന്നു. പിന്നീട് ഇപ്പോൾ കോണ്ടാക്ട് ചെയ്യുന്ന പല വ്യക്തികളും എന്നെപ്പോലുള്ളവർ കടന്നുപോയ സാഹചര്യത്തിലൂടെ ഇപ്പോൾ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നവരായിരിക്കും, അല്ലെങ്കിൽ ഓവർകം ചെയ്യുന്നവരായിരിക്കും, അല്ലെങ്കിൽ അതിൻ്റെ പടിവാതിൽക്കൽ എത്തിയവരായിരിക്കും. അവർക്ക് കൃത്യമായിട്ടും ഞങ്ങൾ ഗോ ത്രൂ ചെയ്തത് എന്താണ്, എങ്ങനെയാണ് ഇതിലൂടെ ഗോ ത്രൂ ചെയ്തത്, എങ്ങനെയാണ് അതിൽ നിന്നും പുറത്തേക്ക് വന്നത്, എങ്ങനെ ഇതിനെ കോപ്പ് ചെയ്തു, എങ്ങനെ ഇതിനെ സഹിച്ചു നിന്നു എന്നുള്ള കാര്യങ്ങൾ പറയുന്നത് വഴി അവരുടെ ജീവിതത്തിൽ ഇന്നും നേരിട്ടുകൊണ്ടിരിക്കുന്ന മതപരമായിട്ടുള്ള ഇതേപോലെയുള്ള ഹൈ കൺട്രോൾ ഗ്രൂപ്പുകൾ കാരണം നേരിട്ടുകൊണ്ടിരിക്കുന്ന പ്രശ്നങ്ങൾ ഏതെങ്കിലും വിധത്തിൽ അവർക്കൊരു സഹായമായി മാറാനോ അവർക്ക് എന്തെങ്കിലും സൊല്യൂഷൻ കണ്ടെത്താൻ പറ്റുന്ന രീതിയിലേക്കും ഞങ്ങൾക്ക് അവരെ അഡ്വൈസ് ചെയ്യാൻ സാധിച്ചു എന്നുള്ളതും ഞങ്ങളുടെ ഏറ്റവും വലിയൊരു നേട്ടമാണ്. ഇനി ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോൾ ഈ ഒരു എക്സ്പെന്തക്കോസ്റ്റൽ കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ അതിൻ്റെ ഭാഗമായിട്ടുള്ള ഹോളി മെസ്, ദ സ്റ്റോറി ടെല്ലർ, ദ ഹോണസ്റ്റ് എൻക്വയറി, സത്വം, അതേപോലെയുള്ള ഓരോ ചാനലുകളും എന്താണ് ഫ്യൂച്ചറിലേക്ക് ആഗ്രഹിക്കുന്നത്, അല്ലെങ്കിൽ അവർ എന്താണ് എയിം ചെയ്യുന്നത് എന്ന് ചോദിക്കുമ്പോൾ ഞങ്ങൾക്ക് പറയാനുള്ളത്, ഇപ്പോഴുള്ള ഒരു യങ് ജനറേഷനെ അല്ലെങ്കിൽ അടുത്ത് വരുന്ന ഒരു ജനറേഷനെ എങ്കിലും സ്വതന്ത്രമായി ചിന്തിക്കാൻ പറ്റുന്ന, ഭയമില്ലാതെ ഫ്രീ ആയി എന്ത് കാര്യത്തിനെയും നിഷിദ്ധമായി ചോദ്യം ചെയ്യാനും എന്തിനെക്കുറിച്ചും ഭയമില്ലാതെ ചിന്തിക്കാനും കഴിയുന്ന ഒരു സമൂഹത്തിനെ വാർത്തെടുക്കുക എന്നുള്ളത് തന്നെയാണ്. ചോദ്യങ്ങളെയും ചിന്താശേഷിയെയും കൃത്യമായും അടിച്ചമർത്തിയതിന് ശേഷം മാത്രമാണ് ഇതേപോലെയുള്ള ഓരോ ഹൈ കൺട്രോൾ ഗ്രൂപ്പുകളും വളർന്നിട്ടുള്ളത്. അപ്പോൾ കൃത്യമായും ഒരു ഭയവും കൂടാതെ, ദൈവത്തെ പോലും ഒരു ഭയവുമില്ലാതെ നിർദാക്ഷിണ്യം ചോദ്യം ചെയ്യാൻ കഴിയുന്ന ഒരു സമൂഹത്തിനെ വാർത്തെടുക്കുക എന്നുള്ളത് തന്നെയാണ് ഞങ്ങളുടെ എയിം. കൃത്യതയും വ്യക്തതയോടും കൂടി ഒരു ബയാസുമില്ലാതെ ചിന്തിക്കാൻ കഴിയുന്ന ഒരു ജനറേഷൻ ഉയർന്നു വരികയാണെങ്കിൽ ഇതേപോലെയുള്ള അന്ധവിശ്വാസങ്ങൾക്ക് പിന്നീട് അവരുടെ ജീവിതത്തിൽ സ്ഥാനമുണ്ടായിരിക്കില്ല എന്നുള്ളത് തീർച്ചയായിട്ടുള്ള കാര്യം തന്നെയാണ്. പിന്നീട് മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്നതും ഞങ്ങൾ എപ്പോഴും പ്രയോറിറ്റൈസ് ചെയ്യുന്ന ഒരു കാര്യം തന്നെയായിരിക്കും. അതിൻ്റെ കാരണം പ്രത്യേകിച്ചും ഇതേപോലെയുള്ള കൾട്ടുകളിൽ നിന്ന് വരുന്നവർ അനുഭവിക്കുന്ന മെൻ്റൽ ക്രൈസിസ് എന്ന് പറയുന്നത് അത് മറ്റൊരാൾക്കും പറഞ്ഞാൽ മനസ്സിലാകുന്നില്ല. അപ്പോൾ ആ ഒരു കാര്യം കൃത്യമായും എപ്പോഴും
അഡ്രസ്സ് ചെയ്യുന്നത് തന്നെയായിരിക്കും അറ്റ്ലീസ്റ്റ് നമ്മളുടെ സൊസൈറ്റിയിലെങ്കിലും മെൻ്റൽ ഹെൽത്ത് എന്ന് പറയുന്ന ഒരു കാര്യം വളരെ നോർമലൈസ്ഡ് ആയി തീരുന്ന ഒരു നിലയിലേക്ക് എത്തുന്നത് വരെയെങ്കിലും വളരെ ശക്തമായിട്ടും ഈ ഒരു മെൻ്റൽ ഹെൽത്ത് റിലേറ്റഡ് ആയിട്ടുള്ള ടോപ്പിക്സിനെ കുറിച്ച് സംസാരിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. പിന്നീട് ഈ ദൈവവിശ്വാസം ഉപേക്ഷിക്കുന്ന വ്യക്തികളെ, അതിൽ പ്രത്യേകിച്ചും ഈ ഒരു ക്രിസ്തു മതത്തിൻ്റെ ഭാഗമായിട്ട് നിന്നവർ അതിൽ നിന്നും വിട്ടുപോയി കഴിയുമ്പോൾ നേരിടുന്നത് ഏറ്റവും വലിയൊരു പ്രഷറാണ്. അവരെ ചീത്ത വിളിക്കുക, അപമാനിക്കുക, ഒറ്റപ്പെടുത്തുക, നാണം കെടുത്തുക. ഈ ബൈബിളിൽ തന്നെ എഴുതി വച്ചിരിക്കുന്നത് ദൈവമില്ല എന്ന് മൂഢൻ തൻ്റെ ഹൃദയത്തിൽ പറയുന്നു. അപ്പോൾ ഒരു ദൈവവിശ്വാസം ഇല്ലാത്തൊരു വ്യക്തിയെ മൂഢൻ എന്ന രീതിയിലാണ് ക്രിസ്തുമതം എന്നും കണ്ടിട്ടുള്ളത്. അത് മാറേണ്ടത് അനിവാര്യമായിട്ടുള്ള കാര്യം തന്നെയാണ്. ഒരു സെക്യുലർ സൊസൈറ്റിയിൽ ആർക്കും അവൻ്റെ വിശ്വാസത്തിൽ ഉറച്ചു നിൽക്കാനും അത് ചൂസ് ചെയ്തതിൻ്റെ പേരിൽ യാതൊരുവിധ ബുദ്ധിമുട്ട് അനുഭവിക്കാതിരിക്കാനുമുള്ള സ്വാതന്ത്ര്യം അവനുണ്ട്. ആ സ്വാതന്ത്ര്യം തീർച്ചയായിട്ടും അനുഭവിക്കാൻ എല്ലാ മതവിശ്വാസികൾക്കും സാധിക്കണം. അത് വിശ്വാസിയാണെങ്കിലും ശരി, മതവിശ്വാസം ഉപേക്ഷിച്ച വ്യക്തിയാണെങ്കിലും ശരി. നിങ്ങൾക്ക് ഈ ക്രിസ്ത്യാനികൾ എപ്പോഴും പറയാറുള്ള സഹനത്തിൻ്റെയും പീഡനത്തിൻ്റെയും ഒക്കെ പാത യഥാർത്ഥമായിട്ടും ഒന്ന് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ക്രിസ്തുമതം ഒന്ന് വിട്ടു നോക്കിയാൽ മതി. യഥാർത്ഥമായിട്ടുള്ള സഹനം എന്താണെന്നും പീഡനം എന്താണെന്നും ഈ ക്രിസ്തുമത വിശ്വാസികൾ നിങ്ങളെ കൃത്യമായി പഠിപ്പിച്ചു തരും. അതിൽ പ്രത്യേകിച്ചും ഹൈ കൺട്രോൾഡ് കൾട്ടുകളായിട്ടുള്ള പെന്തക്കോസ്തെ, യഹോവ സാക്ഷികൾ, ബ്രദറൻ പോലെയുള്ള ഗ്രൂപ്പുകൾ അതിൽ അങ്ങേ തലപ്പത്ത് നിൽക്കുന്നവർ തന്നെയാണ്. അപ്പോൾ അതേപോലെയുള്ള എക്സ്ട്രീം ഗ്രൂപ്പുകളിൽ നിന്നും പോകുന്നവർ അത് വിട്ടതിന് ശേഷം അവർക്ക് സമാധാനമായും സന്തോഷമായും ജീവിക്കാനുള്ള ഒരു സാഹചര്യം ഉറപ്പുവരുത്തുക എന്നുള്ളതും എനിക്കും എന്നെപ്പോലെ ഇതേപോലെയുള്ള കൾട്ടുകൾ ഉപേക്ഷിക്കുന്ന ഓരോ വ്യക്തിക്കും കിട്ടേണ്ട അവകാശവും സ്വാതന്ത്ര്യവും തന്നെയാണ്. അത് ലഭിക്കുക എന്നത് അനിവാര്യവുമാണ്. പിന്നീട് ഇതിനോട് ചേർത്ത് വെച്ച് പറയാനുള്ളൊരു കാര്യമാണ് ഈ ഒട്ടുമിക്ക എക്സ്പെന്തക്കോസ്റ്റൽ, അതായത് ഞങ്ങളെ ക്രിട്ടിസൈസ് ചെയ്യുന്ന ഒട്ടുമിക്ക ആളുകളും നിരീശ്വരന്മാർ എന്നൊരു ടാഗ് ലൈൻ ഇട്ടാണ് ഞങ്ങളെ അഡ്രസ്സ് ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്. ഞങ്ങൾ സംസാരിക്കുന്നത് ഒരു ലിംഗത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല. ദയവ് ചെയ്ത് നിരീശ്വരവാദികൾ എന്നെങ്കിലും പറയാനുള്ളൊരു മാന്യത കാണിക്കണം. എനിക്ക് തോന്നുന്നു അത് ഈ ക്രിസ്തുമതം പോലെയുള്ള പുരുഷാധിപത്യ സമൂഹങ്ങളിൽ നിന്ന് വരുന്നവർക്ക് ഈ ഒരു തലത്തിലേ മനുഷ്യരെ നോക്കിക്കാണാൻ സാധിക്കുള്ളൂ. ഞങ്ങൾ സംസാരിക്കുന്നത് മതാന്ധത കൊണ്ട് മനുഷ്യർ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ്. ആ സംസാരിക്കുന്നവരുടെ കൂട്ടത്തിൽ ആണ് മാത്രമല്ല എല്ലാ ആളുകളും വരും. അപ്പോൾ എല്ലാവരെയും ഒന്ന് അഡ്രസ്സ് ചെയ്ത് സംസാരിച്ചാൽ, അങ്ങനെയെങ്കിലും ഒന്ന് സംസാരിച്ച് ശീലിക്കാൻ തുടങ്ങിയാൽ അത് നല്ലതായിരിക്കും. പിന്നീട് കൃത്യമായിട്ടും ഈ പെന്തക്കോസ്ത സമൂഹത്തിൽ ഒരു റിഫോർമേഷൻ, ഒരു മാറ്റം ഉണ്ടാകണം എന്നത് അനിവാര്യത തന്നെയാണ്. അതിൽ നിന്നു പോകാൻ താല്പര്യപ്പെടുന്ന, പ്രത്യേകിച്ച് എടുത്തു പറയുകയാണെങ്കിൽ ഞങ്ങളുടെ കൂട്ടത്തിൽ തന്നെ എബ്രഹാം ജേക്കബിനെ പറയുകയാണെങ്കിൽ ഇപ്പോഴും പെന്തക്കോസ്തിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ്. അതേപോലെയുള്ളവർക്ക് അവിടെ നിന്നു പോകണമെങ്കിൽ ഇതിലെ ഞങ്ങളിപ്പോൾ ഉയർത്തി കാണിച്ചുകൊണ്ടിരിക്കുന്ന പല ടോക്സിക് ട്രെയ്റ്റുകളും എടുത്തു മാറ്റപ്പെടേണ്ടതുണ്ട്. അപ്പോൾ കാലാനുസൃതമായും ഒരു സമൂഹത്തിൽ വരേണ്ട മാറ്റം കൃത്യമായിട്ടും പെന്തക്കോസ്തിലും വരണം. അവിടെ ഇപ്പോഴും അവർ പിന്തുടർന്നുകൊണ്ടിരിക്കുന്ന മറ്റു മനുഷ്യരോടുള്ള, അന്യമതസ്ഥരോടുള്ള വെറുപ്പ്, വേർപാടിൻ്റെ ഉപദേശം എന്ന പേരിൽ മറ്റുള്ള മനുഷ്യരിൽ നിന്നും അകറ്റി നിർത്തി ജീവിപ്പിക്കുന്ന ഒരു സൊസൈറ്റിയിൽ ജീവിക്കുമ്പോൾ മറ്റുള്ള മനുഷ്യരുമായി യാതൊരുവിധ രീതിയിലും ബന്ധമില്ലാതെ, സഹവാസമില്ലാത്ത രീതിയിൽ വളർത്തുന്ന രീതികൾ, ഇതേപോലെയുള്ള കാര്യങ്ങൾ കൃത്യമായും മാറേണ്ടതുണ്ട്. പിന്നീട് അന്ധമായിട്ടുള്ള മതവിശ്വാസം, ഇതേപോലെയുള്ള നിരവധി മോശപ്പെട്ട കാര്യങ്ങൾ ഓൾറെഡി സംസാരിച്ചിട്ടുണ്ട്, ഇനിയും സംസാരിക്കുന്നതായിരിക്കും. അതെല്ലാം പെന്തക്കോസ്തിൽ നിന്നും മാറേണ്ടതുണ്ട്. പിന്നീട് മതവിശ്വാസം എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ വളരെ പ്രൈവറ്റായിട്ടുള്ള, പേഴ്സണലായിട്ടുള്ള കാര്യങ്ങളിലേക്ക് മാറ്റുക എന്നത് അനിവാര്യമാണ്. ഒരു സമൂഹം നല്ല രീതിയിൽ മെച്ചപ്പെടണമെങ്കിൽ, അത് ഡെവലപ്ഡ് ആകണമെങ്കിൽ ഏറ്റവും അനിവാര്യമായിട്ടുള്ള കാര്യമാണ് ഈ മതവിശ്വാസം എന്നതിനെ അവരുടെ ഉള്ളിലേക്ക് മാത്രം ഒതുക്കി അവരുടെ പേഴ്സണൽ ചോയ്സാക്കി നിർത്തിക്കൊണ്ട്. അതായത് നമ്മളിപ്പോൾ കണ്ടുവരുന്നത്, ഞാനൊരു ക്രിസ്ത്യാനിയാണെങ്കിൽ, ഞാനൊരു ഇസ്ലാം ആണെങ്കിൽ, ഞാനൊരു ഹിന്ദു ആണെങ്കിൽ അത് അവരുടെ ഏറ്റവും വലിയ എന്തോ ഒരു കാര്യമായി പ്രയോറിറ്റൈസ് ചെയ്തുകൊണ്ട് ബാക്കി എല്ലാ കാര്യങ്ങളെയും അതിൻ്റെ സെക്കൻഡറി ആയിട്ട് മാറ്റി വെച്ചുകൊണ്ടുള്ള ജീവിതം അവസാനിപ്പിക്കേണ്ടതുണ്ട്. കാരണം മനുഷ്യൻ എന്നത് ഒരു സാമൂഹിക ജീവിയാണ്. അവനൊരു സമൂഹത്തിൽ ജീവിക്കുമ്പോൾ എല്ലാവരും ഒത്തൊരുമിച്ച് സന്തോഷത്തോടു കൂടി ജീവിക്കേണ്ടതുണ്ട്. അതിൻ്റെ ഭാഗമായി ഏറ്റവും കൂടുതൽ വേർതിരിവുകൾ ഉണ്ടാക്കാൻ സാധ്യതയുള്ള ഇതേപോലെയുള്ള മതവിശ്വാസങ്ങളെ സെക്കൻഡറി ആക്കി അവരുടെ പ്രൈവറ്റ് സ്പേസിലേക്ക് മാത്രം ഒതുക്കി അവൻ്റെ വീടിനുള്ളിലോ മനസ്സിനുള്ളിലോ മാത്രം നിറഞ്ഞു നിൽക്കാനുള്ളതും, അല്ലെങ്കിൽ അവൻ്റെ ആരാധനാലയത്തിൽ മാത്രം ഒതുങ്ങിത്തീരാനുള്ളൊരു കാര്യവും, അവൻ ആ സ്പേസുകൾ വിട്ട് കഴിഞ്ഞ് സമൂഹത്തിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ അവൻ സാധാരണ രീതിയിലുള്ള ഏതൊരു മനുഷ്യനെയും പോലെ നോർമൽ ഒരു മനുഷ്യൻ ആണ് എന്ന് ചിന്തിക്കാനുമുള്ള നിലയിലേക്ക് നമ്മുടെ സമൂഹം മാറേണ്ടതുണ്ട്. അപ്പോൾ അതും കൃത്യമായിട്ടും ഞങ്ങളുടെ ഒരു എയിമിൽ ഉൾപ്പെട്ട കാര്യം തന്നെയാണ്. പിന്നീട് കൃത്യമായിട്ടും കേരളത്തിലെ മതവിശ്വാസങ്ങളെ എടുത്തു നോക്കുമ്പോൾ അതിൽ പ്രത്യേകിച്ചും ഹിന്ദുയിസവും ഇസ്ലാമും ഒക്കെ വളരെ നല്ല രീതിയിൽ ക്രിറ്റിസിസം ഏറ്റുവാങ്ങിയിട്ടുള്ളവരാണ്.
പക്ഷേ ഈ നിലയിലുള്ള ശക്തമായിട്ടുള്ള ക്രിറ്റിസിസം ക്രിസ്തീയ സമൂഹം ഇതുവരെയും നേരിട്ടിട്ടില്ല. അപ്പോൾ കൃത്യമായും തിയോളജിക്കലിയും ഹിസ്റ്ററിയും അങ്ങനെയുള്ള എല്ലാ തലങ്ങളിലും ക്രിസ്തു മതത്തിനെ കൃത്യമായൊരു ക്രിറ്റിസിസത്തിന് വിധേയമാക്കുക എന്നതും ഞങ്ങളുടെ ഒരു എയിമിൻ്റെ ഭാഗമായിട്ടുള്ളത് തന്നെയാണ്. അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ഹോളി മെസ് അല്ലെങ്കിൽ എക്സ്-പെന്തക്കോസ്റ്റൽ കമ്മ്യൂണിറ്റി എങ്ങനെയാണ് ഉണ്ടായത്, അതിനുശേഷം ഇതുവരെയുള്ള ഈ ഒരു വർഷത്തെ കാലയളവിൽ എന്താണ് ഗെയിൻ ചെയ്തത്, അതിനുശേഷം ഇനിയും ഫ്യൂച്ചറിലേക്ക് നോക്കുമ്പോൾ എന്താണ് എയിം ചെയ്യുന്നത് എന്നതിനെക്കുറിച്ച് പറയാനുള്ളത്. ഇനിയും അരുണുമ്മൻ എന്ന ഒരു വ്യക്തിക്കും ഈ ഒരു വർഷം കൊണ്ട് വലിയ രീതിയിൽ ഒത്തിരി മാറ്റങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അതിൽ ഏറ്റവും എടുത്തു പറയേണ്ടത് മാനസികമായിട്ടും ഞാൻ വളരെ മെച്ചപ്പെട്ട ഒരു നിലയിലാണ് ഇപ്പോൾ ആയിരിക്കുന്നത്. അതിൻ്റെ കാരണവും എനിക്ക് പറയാനുള്ളത് ഞാനിങ്ങനെ സംസാരിച്ചു തുടങ്ങിയത് തന്നെയാണ്. എൻ്റെ പല സ്ട്രെങ്തുകളെയും എനിക്ക് തിരിച്ചറിയാനും എൻ്റെ പല ഇൻസെക്യൂരിറ്റികളെയും ഓവർകം ചെയ്യാനും സാധിച്ചു. അതിനെക്കുറിച്ച് പറയുമ്പോൾ എനിക്ക് എടുത്തു പറയാനുള്ളത് ഈ കമ്മ്യൂണിറ്റിയുടെ ഭാഗമായി ഞാൻ പരിചയപ്പെട്ട ഒട്ടനവധി വ്യക്തികളെയാണ്. അതിൽ പേര് പറഞ്ഞ് എടുത്തു പറയേണ്ട കുറച്ച് വ്യക്തികൾ തന്നെയുണ്ട്. ദ ഹോണസ്റ്റ് എൻക്വയറി എന്ന ചാനൽ റൺ ചെയ്യുന്ന നീൽ കുരുവിള, ദ സ്റ്റോറി ടെല്ലർ എന്ന ചാനൽ റൺ ചെയ്യുന്ന എബ്രഹാം ജേക്കബ്, സത്വം എന്ന ചാനൽ റൺ ചെയ്യുന്ന സത്വം, പിന്നീട് ടെലിഗ്രാം ചാനലിൽ ആക്റ്റീവായി പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന ഒട്ടനവധി വ്യക്തികളുണ്ട്. പിന്നീട് യൂട്യൂബിൽ നോക്കുകയാണെങ്കിൽ അവിടെ റെഗുലറായി കമൻറ്റ് ചെയ്യുന്ന കുറച്ച് ആളുകളുണ്ട്. പിന്നീട് സോഷ്യൽ മീഡിയകളിൽ പേഴ്സണലി കോൺടാക്ട് ചെയ്തിട്ടുള്ള വ്യക്തികൾ, ഇവരെല്ലാം തന്നെ വലിയ രീതിയിൽ എൻ്റെ ജീവിതത്തിൽ സ്വാധീനം ചെലുത്തിക്കൊണ്ടിരിക്കുന്ന വ്യക്തികൾ തന്നെയാണ്. ഇതേപോലെയുള്ള വ്യക്തികളെ പരിചയപ്പെട്ടതിൽ നിന്നും ഞാൻ നേടിയെടുത്ത ഏറ്റവും വലിയ ഗുണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, എൻ്റെ കുട്ടിക്കാലം തൊട്ടുള്ള സുഹൃത്തുക്കളോട് പോലും അവർക്ക് പറഞ്ഞാൽ പോലും മനസ്സിലാക്കാൻ പറ്റാത്ത ഈ മതപരമായി ഞാൻ അനുഭവിക്കുന്ന പല കാര്യങ്ങളും ഞാൻ പറഞ്ഞാൽ അവർക്ക് പോലും മനസ്സിലാക്കാൻ കഴിയാത്ത കാര്യങ്ങൾ ഒരു വാക്കുകൊണ്ട് ഈ വ്യക്തികൾക്ക് അത് മനസ്സിലാക്കാൻ കഴിയും എന്നുള്ളതാണ്. അതുതന്നെയാണ് ഇതേപോലെയുള്ള ഹൈ കൺട്രോൾഡ് വിശ്വാസം ഉപേക്ഷിക്കുന്ന വ്യക്തികൾക്കും ഉണ്ടാവണം എന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. അതുതന്നെയാണ് ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ഉദ്ദേശവും. കാരണം ഒരു ജഡ്ജ്മെൻറ്റും ഇല്ലാതെ നിങ്ങളെ മനസ്സിലാക്കുകയും നിങ്ങളെ അംഗീകരിക്കുകയും ചെയ്യാൻ സാധിക്കുന്ന, നിങ്ങൾ പോയിട്ടുള്ള പാതകളിലൂടെ തന്നെ ഗോ ത്രൂ ചെയ്തിട്ടുള്ള വ്യക്തികൾ നിങ്ങൾക്ക് ചുറ്റുമുണ്ടെങ്കിൽ നിങ്ങൾ ഗോ ത്രൂ ചെയ്യുന്ന കാര്യങ്ങളെ ഓവർകം ചെയ്യാൻ, അല്ലെങ്കിൽ നിങ്ങൾ ഗോ ത്രൂ ചെയ്യുന്ന ട്രോമയെ ഓവർകം ചെയ്യാൻ നിങ്ങൾക്കത് ഏറ്റവും കൂടുതൽ സഹായകരമായി മാറും. അപ്പോൾ ഇതേപോലെയുള്ള മനുഷ്യരും അവരിൽ നിന്നുണ്ടാകുന്ന നല്ല സൗഹൃദങ്ങളും നിങ്ങൾക്കും ഉണ്ടാകട്ടെ എന്ന് തന്നെയാണ് ഞാനും അതിയായി ആഗ്രഹിക്കുന്നത്. എന്നെയും ഈ ഒരു ഹോളി മെസ് ചാനലിനെയും അതിൻ്റെ ഭാഗമായിട്ടുണ്ടായ എക്സ്-പെന്തക്കോസ്റ്റൽ കമ്മ്യൂണിറ്റിയും ഇതുവരെ സ്നേഹിച്ചവർക്കും സപ്പോർട്ട് ചെയ്തവർക്കും ക്രിറ്റിസൈസ് ചെയ്തവർക്കും ചീത്ത വിളിച്ചവർക്കും എല്ലാവർക്കും ഏറ്റവും വലിയൊരു നന്ദിയാണ് പറയാനുള്ളത്. കാരണം നിങ്ങൾ ഓരോരുത്തരുമാണ് ഇതിനെ ഇത്രയും വളർത്തിയത്. താങ്ക് യു സോ മച്ച്. ഈ ഒരു കമ്മ്യൂണിറ്റിയുടെ ഫ്യൂച്ചറിലെ ഗ്രോത്തിലും നിങ്ങൾ ഭാഗമായിരിക്കും എന്ന് തീർച്ചയായും വിശ്വസിക്കുന്നു. എന്നെക്കൊണ്ട് ഒറ്റയ്ക്കോ 3-4 പേര് ചേർന്നിട്ട് ഒരു മാറ്റം നമുക്കുണ്ടാക്കാൻ കഴിയില്ല. നമുക്ക് ഒരുമിച്ച് നിന്ന് ഒരു മാറ്റം ഉണ്ടാക്കാം. ടുഗദർ വി ക്യാൻ മേക്ക് ദ ചേഞ്ച്.